ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരദാമ്മയും ശാലിനിയും യാത്രയാവണം കേട്ടോ. ഈ സമയം നല്ല ഇടി മുഴങ്ങുന്നുണ്ട്. ഇതേ സമയം പെട്ടെന്ന് വണ്ടി അങ്ങ് നിൽക്കണം കേട്ടോ. അപ്പോൾ ശാരദാമ്മ ചോദിക്കുക എന്താ എന്ന് ഡ്രൈവറോട് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയണേ നോക്കട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശാലിനി ആണെങ്കിൽ വേദന കൊണ്ട് ഇങ്ങനെ പുളയുന്നുണ്ട് കേട്ടോ. വേദന സഹിക്കാനാവാതെ ശാലിനി കിടന്ന് പിടയുമ്പോൾ വീണ്ടും ശാരദാമ്മ ചോദിക്കും എന്താ എന്ന് പറയാൻ കേട്ടോ. ഉടൻ തന്നെ ആ ഡ്രൈവർ പറയും, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എൻ്റെ വണ്ടി ഇനി ഓടില്ല, ഇതാണെങ്കിലോ ഒരു ഒഴിഞ്ഞ വഴിയുമാണ്, എന്ത് ചെയ്യുമെന്ന് പറയാട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ശാരദാമ്മ അയ്യോ എൻ്റെ കുഞ്ഞ് വേദന കൊണ്ട് പുളയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുക, ഞാനൊരു വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ നടു റോട്ടിലോട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അയാൾ തന്നെ ആ വിജനമായ സ്ഥലത്ത് നോക്കിയിട്ട് അയാൾ പറയുന്നത് പട്ടിയും കുറുക്കനും ഒന്നും ഇല്ലാത്തൊരു റോഡാണല്ലോ ഇഷ, എന്ത് ചെയ്യും, ആ പെൺകുട്ടിയാണല്ലോ വേദന കൊണ്ട് പുളയുന്നു, ഇവന്മാരൊക്കെ എന്തൊരു കഷ്ടമാണ്, ഈ ഒരു പെൺകുട്ടിയാണെന്ന് കാണുമ്പോൾ ഇങ്ങനെ ഡെലിവറിക്ക് അടുത്തതാണെന്ന് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ 2 ദിവസം മുന്നേ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും ആ വഴിക്കൊരു വണ്ടി വരുന്നത്. ഇത് കാണുന്ന ശാരദാമ്മ എൻ്റെ കുഞ്ഞ് എന്ന് പറയട്ടെ. അപ്പോൾ ഉടനെ അയാൾ പറയാം ഒരു വണ്ടി വരുന്നുണ്ട് എന്ന് പറയണേ. അങ്ങനെ ആ ഡ്രൈവർ ആ വണ്ടിക്ക് കൈ കാട്ടുമ്പോൾ അയാൾ നിർത്തില്ല കേട്ടോ. അപ്പോൾ ഉടനെ ശാരദാമ്മ ചോദിക്കും എന്തായി, വേറെ വണ്ടി കിട്ടിയോ? അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയാണ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം, നിങ്ങൾ ആലോചിക്കണ്ടേ, നിങ്ങളുടെ മകൾക്ക് പ്രസവം അടുത്തതാണെന്ന്, അപ്പോൾ 2 ദിവസം മുന്നേ പോയി അഡ്മിറ്റ് ആക്കണ്ടേ, അല്ലാതെയും കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ തന്നെ വരിക, ഇതൊക്കെയാണ് റോട്ടിലും അവിടെ ഇവിടെയൊക്കെ പ്രസവിച്ച് എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. വേദന വരുമ്പോഴല്ല കുട്ടിയെയും കൊണ്ട് ഓടേണ്ടത്, ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ശാരദാമ്മ എൻ്റെ കുഞ്ഞെ എന്ന് പറയുമ്പോൾ വിഷമിക്കണ്ട, ഞാൻ ഇനി വേറെ വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു കാർ ഇങ്ങനെ വരുന്നു കേട്ടോ. ആ കാറിൻ്റെ മുന്നിലോട്ട് അയാൾ അങ്ങ് കൈ നീട്ടുമ്പോൾ ആ കാർ അവിടെ നിർത്തണം കേട്ടോ. എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ആ ഡ്രൈവർ ഈ ഡ്രൈവറോട് ചോദിക്കുമ്പോൾ ഇയാൾ പറയും അതെ, ഒരാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാണ്ട്, നിങ്ങളൊന്ന് കൊണ്ടുപോകുമോ, 2 പെൺകുട്ടികളാണ്, കൊണ്ടുപോകുമോ എന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു കാമക്കണ്ണിലൂടെ ആയിരിക്കൂട്ട ആ ഒരു പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ കാണുന്നത്. അങ്ങനെ ആ ശരി ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയാം കേട്ടോ. ഇതേ സമയം ശാരദാമ്മയോട് ഈ ഡ്രൈവർ വന്നിട്ട് പറയാണ് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് കയറാൻ നോക്കിയെന്ന് പറയണേ. അങ്ങനെ ആ ഡ്രൈവർ ഈ ഓട്ടോയിൽ ആരാണ് ഇറങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വയസ്സായ ശാരദാമ്മയും അതുപോലെ തന്നെ ഗർഭിണിയായ ശാലിനിയെയും വേദന കൊണ്ട് കരയുന്ന ശാലിനിയെയും കാണുമ്പോൾ അയാൾ പിന്നെ ഒന്നും നോക്കില്ല, വണ്ടിയെടുത്ത് പെട്ടെന്ന് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം ശാരദാമ്മ അയ്യോ ആ വണ്ടി പോയല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ ഡ്രൈവർ പറയണേ എന്ത് ചെയ്യാൻ, അവനൊരു മനുഷ്യ സ്നേഹിയല്ല, അതുകൊണ്ടാണ് അവൻ ഓടിപ്പോയിരിക്കുന്നത്, അവൻ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് തന്നെ അവൻ പോയി, എന്തായാലും നിങ്ങൾ എൻ്റെ ഓട്ടോയിലിരിക്കും, ഞാനൊരു വണ്ടി കിട്ടുമെന്ന് ഇനിയും നോക്കട്ടെ എന്ന് പറയട്ടെ. ഈ സമയം ശാലിനി വേദന കൊണ്ട് പുളയാണ്, തൻ്റെ അമ്മയുടെ കൈകൾ മുറുകെ പിടിക്കുകയാണ്. എനിക്ക് വയ്യ അമ്മ, എനിക്കിനി താങ്ങില്ല എന്ന അർത്ഥത്തിൽ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ ശാരദാമ്മ മോളെ ഇനി സഹിക്ക്, ക്ഷമിക്ക് എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമെങ്കിലും കൂടി തൻ്റെ മകൾ എപ്പോഴും പ്രസവിക്കും എന്ന അവസ്ഥ എത്തിയിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ശ്യാമയാണ് കാണിക്കുന്നത്. ശ്യാമ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇങ്ങനെ ശ്യാമ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയാതെ ആ ഒരു ടെൻഷനിലാണ്. അപ്പോഴാണ് ആ വഴി വിഷ്ണു വരുന്നത് കേട്ടോ. അങ്ങനെ വിഷ്ണുവിൻ്റെ വണ്ടി കാണുമ്പോൾ ഈ ഡ്രൈവർ ആ വണ്ടിക്ക് കൈ നീട്ടണം കേട്ടോ. ഉടൻ തന്നെ എന്താ നിങ്ങൾ ഈ നടുറോട്ടിൽ കിടന്ന് അഭ്യാസം കാണിക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതെ, 2 പെൺകുട്ടികളുണ്ട് എൻ്റെ വണ്ടിയിൽ, ഒരമ്മയും മകളുമാണ്, അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം, അവർക്ക് ഡെലിവറി ഉണ്ട്, ഡെലിവറിക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകാം, പക്ഷേ എൻ്റെ വണ്ടി പണിമുടക്കി, നിങ്ങളുടെ വണ്ടിയിൽ അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമോ, അതിനെന്താ കയറ്റിക്കോളൂ എന്ന് വിഷ്ണു പറയുന്നു കേട്ടോ. അങ്ങനെ ശാരദാമ്മയോട് ഓടി വന്നിട്ട് പറയണേ ദേ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അതിലോട്ട് കയറിക്കോളൂ എന്ന് പറയാം കേട്ടോ. ഇതേ സമയം ശാരദാമ്മ പറയണേ ഞാൻ എൻ്റെ മോളെ ഈ ഓട്ടോയിൽ നിന്ന് ഇറക്കി പിടിച്ച് വരുമ്പോൾ അയാൾ ഇനി പറ്റില്ലെന്ന് പറഞ്ഞ് അയാളും പോകുമോ, പ്രസവമാണെന്ന് പറയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ഈ ഡ്രൈവർ പറയണേ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. അങ്ങനെ വിഷ്ണു ആണെന്ന് ശാരദാമ്മക്ക് അറിയില്ല. എന്നാൽ ഇവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണു തൻ്റെ ഫോണെടുത്ത് ആർക്കോ വിളിക്കുന്നു. അങ്ങനെ ഈ ഓട്ടോയുടെ പിറകിലോട്ട് പോകുന്നു. വിഷ്ണു ഇവരാണെന്ന് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശാലിനി ഇങ്ങനെ പതുക്കെ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവിൻ്റെ വണ്ടിയായിരിക്കും. അത് കാണുന്ന ശാലിനി ആകെ തളരാണ് കേട്ടോ. വേദന ഒരു ഭാഗത്ത്, എന്നാൽ വിഷ്ണു കാണുമെന്ന ആ ഒരു ടെൻഷൻ ഒരു ഭാഗത്ത്. ഇതേ സമയം അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ മോളെ വാ, ഇനി പേടിക്കണ്ട, വണ്ടി കിട്ടി എന്ന് പറയുമ്പോൾ അതല്ല അമ്മ, അത് വിഷ്ണുവേട്ടൻ്റെ വണ്ടിയല്ലേ എന്ന് പറയുമ്പോൾ ശാരദാമ്മ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് വിഷ്ണുവിൻ്റെ വണ്ടിയായിരിക്കും കേട്ടോ. വിഷ്ണുവിനെ കാണുന്ന ശാരദാമ്മയെ ആകെ ഞെട്ടിപ്പോവാണ്. ഈ സമയം ശാരദാമ്മക്ക് എന്താണ് പറയേണ്ടതെന്നറിയാതെ ശാരദാമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം
ശാരദാമ്മ ചോദിക്കുകയാണ് ഈ ഡ്രൈവറോട്, നിങ്ങൾക്ക് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ? പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ഇനിയിപ്പോൾ ആംബുലൻസും അതുപോലെ AC വണ്ടിയൊക്കെ കൊണ്ടുവരുന്ന നിങ്ങൾ പറയുന്നത്. പെണ്ണാണെങ്കിൽ വേദന കൊണ്ട് പൊളിയുന്നു. പ്രസവിക്കാനാവുന്ന ഈ പെണ്ണിന് പ്രസവം എപ്പോൾ നടക്കുമെന്ന് പറയാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ ഞാൻ നിങ്ങൾക്ക് നല്ല വണ്ടി കൊണ്ടുവരാൻ നിൽക്കുക, വേണമെങ്കിൽ കയറിക്കോ, അല്ലെങ്കിൽ ഞാനും നിങ്ങളെ ഈ പെരുവഴിയിൽ ഇട്ടേച്ച് പോകട്ടോ എന്ന് പറഞ്ഞ് അങ്ങ് ചൂടാകുമ്പോൾ ശാരദാമ്മയോട് ശാലിനി പറയാണ്, അമ്മേ വഴക്കിടല്ലേ, വഴക്കിട്ടാൽ വിഷ്ണുവേട്ടൻ ശ്രദ്ധിക്കും, വിഷ്ണുവേട്ടൻ ഫോണിലാണ്, നമുക്ക് ആ വണ്ടിയിലോട്ട് കയറാമെന്ന് പറഞ്ഞ് തൻ്റെ ശാലിനി എടുക്കാൻ കൈകൊണ്ട് പിടിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ശാലിനി തൻ്റെ മുഖത്തു കൂടെ ആ ഷാളും ഇടട്ടോ. ഇതേ സമയം ശാരദാമ്മക്ക് കാര്യം പിടികിട്ടി. എൻ്റെ മോൾ എന്നോട് മുഖം മറക്കാനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന ശാരദാമ്മയുടെ സാരിത്തുമ്പ് കൊണ്ട് അതങ്ങ് മറച്ചു പിടിക്കുക കേട്ടോ. അങ്ങനെ ശാലിനിയും ശാരദാമ്മയും താങ്ങി പിടിച്ച് സൗണ്ട് പോലും ഉണ്ടാക്കാതെ സൗണ്ടൊക്കെ ഞെരിച്ച് തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി പിടിച്ച് ശാലിനി ആ വണ്ടിയിലോട്ട് ബാക്കിൽ അങ്ങ് കയറിയിട്ടോ. ഈ സമയം വിഷ്ണുവിൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഒരു കവറുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് ഈ കവറിൻ്റെ ബാക്കിലൂടെ നോക്കാനും കഴിയില്ല. ഇവർക്ക് വിഷ്ണുവിനെയും വല്ലാതെ അങ്ങ് കാണുകയില്ല കേട്ടോ. അങ്ങനെ ആ വണ്ടിയിൽ ഡ്രൈവർ ശാരദാമ്മയെയും ശാലിനിയെയും കയറ്റിയതിന് ശേഷം വിഷ്ണുവിൻ്റെ ഫോൺ വെക്കൽ കഴിഞ്ഞിട്ടുണ്ടാവട്ടെ. അങ്ങനെ വിഷ്ണുവിനോട് പറയാണ്, അതെ അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഏത് ഡോക്ടറെ അടുത്ത്? ധന്യ ഡോക്ടറെ അടുത്ത് ആണോ? എന്തായാലും അവരെ എന്താ ഇത്ര ലൈറ്റായി കൊണ്ടുപോകുന്നത്? ഈ സമയമൊക്കെ ഈ വഴി വരണടോ. അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയാം, എൻ്റെ വണ്ടി പെട്ടെന്ന് പണിമുടക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾ എത്തിക്കുമല്ലോ, 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ എത്തിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എത്തിച്ചോളാം എന്ന് വിഷ്ണു ഇങ്ങനെ പറയണ്ട. എന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്കുമോ, ആ കുട്ടിക്ക് ഡെലിവറി പെയിൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിഷ്ണു പറയും, എടോ താൻ എന്ത് മരമണ്ടനാടോ, ഇത്രയും ഡെലിവറി പെയിൻ ഉള്ളൊരു പെൺകുട്ടിയെ വെച്ച് നീ ഇങ്ങനെ നിൻ്റെ കഥ പറയാൻ നിൽക്കുകയാണോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം വണ്ടി എടുക്കാൻ കേട്ടോ. അങ്ങനെ വിഷ്ണു അവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ ശാലിനി തൻ്റെ സങ്കടം ഒതുക്കാൻ കഴിയാതെ വേദനയും ഒതുക്കാൻ കഴിയാതെ ശാരദാമ്മയുടെ തോളിൽ അങ്ങ് ചായയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്യാമ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ അവരവിടെ നിന്നും ഇറങ്ങി ഹോസ്പിറ്റൽ വരാന്തയിലോട്ട് വരുമ്പോഴായിരിക്കും കേട്ടോ ആ ഹോസ്പിറ്റലിലെ ധന്യ ഡോക്ടറെ കാണിക്കുന്നത്. അങ്ങനെ ധന്യ ഡോക്ടർ ആ സുസ്മിതയെ സഹായിക്കുന്ന ആ സിസ്റ്റർ ഉണ്ടല്ലോ, ആ സിസ്റ്റർ ഇങ്ങനെ പോകാൻ ഒരുങ്ങാണ് കേട്ടോ. ഇതേ സമയം താനെന്താടോ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നില്ലേ? ഇന്നൊരു പ്രത്യേക കേസുണ്ട്, ഒരു എമർജൻസി കേസാണ്, അതുകൊണ്ട് ഇനി നിൽക്കുമോ? ഇല്ല, എനിക്ക് നിൽക്കാൻ സമയമില്ല. അതെന്താടോ, തനിക്ക് പണമെന്ന് പറഞ്ഞാൽ ആർത്തിയല്ലേ, ഇന്നെന്താ താൻ നിൽക്കാത്തത്? അതൊന്നുമല്ല, എൻ്റെ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. നല്ല കാര്യമാണല്ലോ, അപ്പോൾ എനിക്ക് ചിലവുണ്ട് എന്ന് പറയുമ്പോൾ ചിലവൊക്കെ നടത്താം, അതിനുള്ള താങ്ങാനുള്ള ക്യാഷൊന്നും എൻ്റെ അടുത്തില്ല. അതിനെന്താടോ, തൻ്റെ മകളുടെ കല്യാണം നടക്കട്ടെ എന്ന് ഡോക്ടർ പറയണേ, അതിന് വേണ്ട സഹായം ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഈ സിസ്റ്റർ പറയണേ, എനിക്കതൊന്നും വേണ്ട, എനിക്ക് സഹായമൊന്നും വേണ്ട, കല്യാണത്തിന് വന്നാൽ മതി ഡോക്ടർ എന്ന് പറയണ്ട. ഇതേ സമയം നിൻ്റെ പൈസയോടുള്ള ആർത്തിയൊക്കെ പോയല്ലോ ഇപ്പോൾ. അപ്പോൾ തന്നെ അതല്ല, പൈസയോടുള്ള ആർത്തി ഇല്ലാത്തത് കൊണ്ടല്ല, ഡോക്ടർക്ക് ഒരുപാട് കടങ്ങളുണ്ടല്ലോ, അക്കൂട്ടത്തിൽ ഞാനും ഒരു കടക്കാരി ആക്കുന്നില്ല ഡോക്ടറെ എന്ന് പറയണ്ട. തൻ്റെ ഈ നല്ല മനസ്സ് കൊള്ളാലോ, താനാകെ മാറിയല്ലോ, എന്തായാലും നീ പോകാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞയക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ശ്യാമയും സത്യഭാമയും രോഹിത്തും കൂടി കയറി വരുന്നത്. അങ്ങനെ സിസ്റ്റർ ഇറങ്ങുന്ന സമയത്ത് കാണുന്ന കാഴ്ച ശ്യാമയായിരിക്കും. ശ്യാമയെ കണ്ട സിസ്റ്റർ, അന്ന് അബോഷനായ പെൺകുട്ടിയല്ലേ, എനിക്കൊരു കോളിനുള്ള വകുപ്പുണ്ടല്ലോ, എന്തായാലും ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് ആ സിസ്റ്റർ മനസ്സിലാക്കാൻ കേട്ടോ. അങ്ങനെ വേഷമൊക്കെ മാറി വന്ന സിസ്റ്റർ ഡോക്ടറോട് പറയാണ്, അതെ ഞാൻ ഇന്ന് പോകുന്നില്ല. അതല്ലേ താനല്ലേ പറഞ്ഞ് എനിക്ക് പോകണമെന്ന്, എന്നിട്ടിപ്പോൾ പോകുന്നില്ല എന്ന് വെക്കുന്നത് എന്താ? ഒന്നുമില്ല. അപ്പോൾ ഉടൻ തന്നെ അത് വേണ്ട, നീ പോയിക്കോളൂ എന്ന് ഡോക്ടർ പറയാൻ കേട്ടോ. ഇതേ സമയം സത്യമ്മ പറയാണ്, ഇവളെയും കൊണ്ട് വന്ന് ഞാൻ നേരത്തെ, ഡോക്ടർ 2 ദിവസമല്ലേ ഇനി അഡ്മിറ്റ് ആവാനുള്ളൂ. അപ്പോഴേക്കും ഈ ഡോക്ടർ പറയണേ, നിങ്ങൾക്ക് ഇന്ന ഭാഗത്തുണ്ട് ഒരു ലേബർ റൂം, അതിലോട്ട് കയറിക്കോളൂ. ആരാ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരിക? എനിക്കാണെങ്കിലോ ഒരു പേഷ്യൻറ്റിനെ നോക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഈ സിസ്റ്റർ, ഞാൻ കാണിച്ചു കൊടുത്തോളാം, അപ്പം നിനക്ക് നിൻ്റെ വീട്ടിൽ പോകണ്ടേ? ഞാൻ അത് കഴിഞ്ഞ് പോയിക്കോളാം എന്ന് പറഞ്ഞ് ശ്യാമയും കൊണ്ട് അങ്ങ് പോകണം കേട്ടോ. എന്നാൽ ഡോക്ടർ അങ്ങ് റൂമിലോട്ട് കയറുകയും ചെയ്തു. ഇതേ സമയം സത്യഭാമയും കൊണ്ട് പോകാൻ പറഞ്ഞ ആ ഡോക്ടർ സത്യഭാമയും കൊണ്ട് പോകാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സിസ്റ്റർ അവിടെ ഒരു കളി കളിക്കും. ഈ ശ്യാമയുടെ വയറ്റിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സത്യഭാമയോട് രോഹിത്തിനോടും പറയാൻ, നിങ്ങളിവിടെ ഇരുന്നോളൂ, ശ്യാമയെ ലേബർ റൂമിലോട്ട് ഞാൻ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് ശ്യാമയോട് പറയാണ്, നീ ഇതിലിരിക്കുക എന്ന് പറയുമ്പോൾ ശ്യാമ പറയണേ, എനിക്ക് പെയിനൊന്നും വന്നിട്ടില്ലല്ലോ, ഞാൻ എന്തിനാ ഇരിക്കുന്നത്? തന്നോടല്ലടോ ഇരിക്കാൻ പറഞ്ഞത്, ഒരു രോഗിയെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, ഡോക്ടർ എന്നെയാണ് ഏൽപ്പിച്ചത്, താൻ ഇരിക്കുക. ഇല്ല, ഞാൻ ഇരിക്കുന്നില്ല, തന്നോടല്ലടോ കിടക്കാൻ പറഞ്ഞത്. അപ്പോഴേക്കും ശ്യാമ പതുക്കെ ഇങ്ങനെ കിടന്നു തുടങ്ങുകയാണ് കേട്ടോ.
എന്നാൽ ഈ സമയം ഡോക്ടർ പുറത്തു വരുമ്പോൾ സത്യഭാമയെ കാണാണ്. അപ്പോൾ ഉടൻ തന്നെ എവിടെ ക്ഷാമ, നിങ്ങൾ ക്ഷാമയുടെ കൂടെ പോയില്ലേ? ഇല്ല, ആ സിസ്റ്റർ ഞങ്ങളോട് പോണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പോയില്ലേ? എന്തിനു ക്ഷാമയും കൊണ്ട് മാത്രം പോയിരിക്കുന്നു? വേദനയില്ലാത്ത ക്ഷാമയെ തനിച്ചാക്കുന്നോ? എന്നാ വാ എന്ന് പറഞ്ഞിട്ട് ക്ഷാമയുടെ റൂമിലോട്ട് പോകാൻ കേട്ടോ. ഈ സമയം സിസ്റ്റർ ആണെങ്കിലോ, നിന്റെ വയറ്റിൽ എന്താണെന്ന് എനിക്കറിയണേടി, അന്ന് പോയ കുട്ടി നിന്റെ വയറ്റിൽ എങ്ങനെയാടി കയറിക്കൂടിയത് എന്ന് ക്ഷാമയോട് ചോദിക്കുന്നു. അങ്ങനെ ക്ഷാമ ആകെ പേടിച്ച് പറിച്ച് ഞെട്ടി നിൽക്കുന്ന സമയത്ത് നിനക്കെന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, അന്ന് ആഘോഷം ചെയ്യുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു നിൻ്റെ കൂടെ എന്നൊക്കെ ഈ സിസ്റ്റർ പറഞ്ഞിട്ട് ക്ഷാമയുടെ വയറിൽ അങ്ങ് തൊടാൻ ശ്രമിക്കുന്ന സമയത്ത് ക്ഷാമ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈശ്വര തൊട്ടാൽ മനസ്സിലാവും വെച്ച് കെട്ടിയ പേടാണെന്ന്. ഈശ്വര ഞാൻ പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കണ്ണടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡോക്ടർ അങ്ങ് ചൂടാവാണ്. തന്നോട് ആരോടോ MBBS എടുക്കാൻ പറഞ്ഞ് എൻ്റെ MBBS നിനക്ക് കിട്ടിയോ? എൻ്റെ പേഷ്യൻറ്റിനെ പരിശോധിക്കാൻ നിനക്ക് ഞാൻ പെർമിഷൻ തന്നിട്ടുണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞങ്ങ് ചൂടാവാണ്. അങ്ങനെ ഡോക്ടർക്ക് മനസ്സിലായി ഈ സിസ്റ്ററുടെ കള്ളക്കളി. അങ്ങനെ സിസ്റ്റർ പറയാണ്, സിസ്റ്ററോട് പറയണേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇനി ഈ ഹോസ്പിറ്റലിൽ പോലും കണ്ടുപോയാൽ എൻ്റെ സ്വഭാവം മാറും, മര്യാദക്ക് നീ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് സിസ്റ്ററെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ. ഇതേ സമയം സത്യഭാമയോട് പറയും, ക്ഷാമയ്ക്ക് വേദനയൊന്നുമില്ല, ഞാൻ റൗണ്ട്സിന് പോവാണ്, അതുവരെ ഈ ഒരു റൂമിലോട്ട് വേറൊരു ഡോക്ടറോ വേറൊരു നേഴ്സോ കയറാൻ സത്യഭാമ സമ്മതിക്കരുത് എന്ന് ഡോക്ടർ വാക്ക് പറഞ്ഞു പോകുമ്പോൾ ക്ഷാമയോട് പറയാണ്, തൻ്റെ പ്രസവം ഞാൻ തന്നെയാണോ എടുക്കുള്ളൂ, വേറെ ആരും എടുക്കില്ല, താൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ക്ഷാമയെ സമാധാനിപ്പിച്ച് ഡോക്ടർ അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. എന്നാൽ പിന്നീട് ഒന്നും നോക്കില്ല. ഈ സിസ്റ്റർ പെട്ടെന്ന് സുസ്മിതയ്ക്ക് വിളിക്കണം. അപ്പോൾ സുസ്മിത, ഈ സിസ്റ്റർ എന്തിനാണ് എനിക്ക് വിളിക്കുന്നത്? ഇനിയും അവൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്തായാലും എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കണം. അപ്പോൾ ഉടൻ തന്നെ, ഹലോ സുസ്മിതയല്ലേ? ആ ഞാൻ തന്നെയാണ്, നിൻ്റെ കുട്ടിയുടെ കല്യാണമല്ലേ, അത് എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ, അതൊന്നും പറയാനല്ല ഞാൻ വിളിച്ചത്, ഈ ഹോസ്പിറ്റലിൽ ക്ഷാമ വന്നിട്ടുണ്ടെന്നാ? ആ ക്ഷാമ വന്നിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിലോ വണ്ടിയിൽ കയറി ശാലിനിയോട് പറഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് വേദന വന്നത് ഞാൻ അറിഞ്ഞില്ല, എന്തായാലും ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കുട്ടി പേടിക്കണ്ട, കുട്ടിയുടെ ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞാൽ മതി, ഹസ്ബൻഡാണ് ഇതിന് കാരണക്കാരൻ, ഇത്രയും ശ്രദ്ധയില്ലാത്ത ഒരു ഹസ്ബൻഡോ ഇങ്ങനെ വേദന വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് നേരത്തെ ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ ഇങ്ങനെ ആപത്തൊന്നും വരില്ലല്ലോ എന്ന് പറയുമ്പോൾ, വിഷ്ണുവേട്ടൻ കുറ്റം പറയല്ലേ, ഞാനാണ് ഇവിടെ കുറ്റക്കാരി, എൻ്റെ വിഷ്ണുവേട്ടനിൽ നിന്നും ഞാൻ ഈ സത്യങ്ങൾ മറച്ചു വെച്ചത് കൊണ്ടല്ലേ, ഇരുന്നെങ്കിൽ എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞ് തൻ്റെ ആ വേദനയും സങ്കടമൊക്കെ കടിച്ചമർത്തി പിടിക്കാൻ കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണു പറയുന്ന അടുത്ത വാക്ക്, അതെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളറിയുമെന്ന് അറിയില്ല, എൻ്റെ ഭാര്യയുടെ അമ്മ ശാരദാമ്മ, കുടുംബശ്രീ നടത്തുന്ന ശാരദാമ്മ, അവരെപ്പോഴും പറയലുണ്ട്, ഒരാപത്ത് ഘട്ടത്തിൽ ആരുമില്ലാത്തവർക്ക് ആരെങ്കിലും തുണയായി വരും എന്ന് പറയുമ്പോൾ അവിടെ വിഷ്ണു ആ വാക്ക് പറഞ്ഞ ഉടനെ ശാരദാമ്മ, മോനെ അത് ശരിയാണ് മോനെ, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞ ആ വാക്ക് അത് ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണയായി വരും എന്ന് പറഞ്ഞെങ്കിൽ നിന്നെ ദൈവദൂതൻ എന്ന് തന്നെ പറയാം, ദൈവം അയച്ച ദൂതനാണ് നീ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇനി നാളെ ഈ ഒരു ജീപ്പിൽ കയറിയത് ആരാണെന്ന് അറിയാൻ വേണ്ടി വിഷ്ണു നാളെ ഈ ജീപ്പിൻ്റെ ഡോറ് തുറക്കുന്ന ആ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി നാളെ വരുന്നത്. അപ്പോൾ എന്തായാലും അപ്കമിങ് റിവ്യൂസ് വളരെ നേരത്തെ തന്നെ ചാനലിടുന്നുണ്ട്.